തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുറവുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയെ ഒന്നടങ്കം കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ചുമതലയേറ്റതു മുതൽ ആരോഗ്യരംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളൊന്ന് കണ്ടുവരാം. 2025 ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരമായി വിക്ടോറിയൻ പാർലമെന്റ് മന്ത്രി സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആദരിച്ചു. 2024 പകർച്ചേതര രോഗങ്ങളുടെ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് RCCക്ക് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാന സർക്കാരിനുള്ള പുരസ്കാരങ്ങൾ തുടർച്ചയായി നേടിയത് 3 വർഷം. 2022ലും 2023ലും ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനത്തിനുള്ള ദേശീയ അംഗീകാരം. ഹീമോഫീലി വിവരശേഖരണത്തിനും ഏകോപനത്തിനും അന്തർദേശീയ അംഗീകാരം. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2022ലും 2023ലും കേരളം ഒന്നാമത്. 2022 മാതൃമരണം കുറയ്ക്കുന്നതിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റിനുള്ള ദേശീയ അവാർഡ്. എണ്ണിപ്പറയാൻ ഒരുപാട് നേട്ടങ്ങളാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നേടിയിട്ടുള്ളത്. അതിനുമപ്പുറേ നടക്കുന്ന പ്രചരണങ്ങളൊക്കെയും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ്. സാരംഗ് PS, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.